Okay, good morning, students. So we were talking about continuous functions, continuity at a point, continuous function ഒക്കെ നമ്മൾ ഡിഫൈൻ ചെയ്തു. പിന്നെ നമ്മൾ കോമ്പിനേഷൻ ഓഫ് കണ്ടിന്യൂസ് ഫങ്ഷൻസ് നമ്മൾ കുറെ ഡിസ്കസ് ചെയ്തായിരുന്നു. സമ്മും പ്രോഡക്റ്റും കോമ്പോസിഷനും സ്ക്വയർ റൂട്ടും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, മോഡുലസ് ഓഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ, ഇങ്ങനത്തെയൊക്കെ കണ്ടിന്യൂറ്റി ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു. പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ഫങ്ഷൻസ് ഡിഫൈൻഡ് ഓൺ ഇന്റർവെൽസിന് കുറച്ച് പ്രത്യേകതകൾ ഉണ്ടെന്നും അത് നമ്മൾ ഒരു പെർട്ടിക്കുലർ ആയിട്ട് അതിലുള്ള കുറെ പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ പഠിച്ചു. മാക്സിമം മിനിമം തിയറം, അതുപോലെ ബൗണ്ടഡ്നെസ് തിയറം, ലൊക്കേഷൻ ഓഫ് റൂട്ട്സ് തിയറം, ബോൾസനോസ് ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം, പ്രിസർവേഷൻ ഓഫ് ഇന്റർവെൽസ് തിയറം ഒക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂണിഫോം കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ആണ്. അപ്പൊ നമ്മൾ എപ്പോഴും കൺവേർജൻസ്, ഇപ്പൊ നിങ്ങൾ ഓൾറെഡി കൺവേർജൻസ് പഠിച്ചപ്പോൾ പിന്നീട് അതിനെ ഒരു യൂണിഫോം കൺവേർജൻസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് നമ്മൾ പഠിക്കും. ഈ ഒരു സെമസ്റ്ററിൽ നിങ്ങൾ പഠിക്കും. അതേപോലെ തന്നെ കണ്ടിന്യൂറ്റി പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് അതിൽ തന്നെ കുറച്ചും കൂടി ഒരു നൈസ് ആയിട്ടുള്ള കണ്ടിന്യൂറ്റി തന്നെ കുറച്ചും കൂടെ നല്ലൊരു കണ്ടിന്യൂറ്റി, കുറച്ചും കൂടെ നല്ലതെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ കാര്യങ്ങൾ എക്സ്ട്രാ പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഇതിനെയാണ് നമ്മൾ യൂണിഫോം കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. കണ്ടിന്യൂറ്റി നമ്മൾ ഡിഫൈൻ ചെയ്തത് കണ്ടിന്യൂറ്റി അറ്റ് എ പോയിന്റ് ആണ് ഡിഫൈൻ ചെയ്തതെങ്കിൽ യൂണിഫോം കണ്ടിന്യൂറ്റി ഒരിക്കലും ഒരു പോയിന്റിൽ പറയാൻ പറ്റില്ല. പിന്നെയോ യൂണിഫോം കണ്ടിന്യൂറ്റി പറയുന്നത് അറ്റ്ലീസ്റ്റ് സ്മോൾ ഇന്റർവെല്ലിലാണ്, ഒരു സെറ്റിലാണ് നമുക്ക് യൂണിഫോം കണ്ടിന്യൂറ്റി എന്നുള്ളൊരു ടേം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും എഫ് ഇസ് യൂണിഫോംലി കണ്ടിന്യൂസ് എന്ന് പറഞ്ഞ് നിർത്താൻ പറ്റില്ല. എഫ് ഇസ് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ ഏതെങ്കിലും ഒരു ഇന്റർവെല്ലോ അല്ലെങ്കിൽ ഓൺ എന്ന് പറഞ്ഞിട്ട് എവിടെ എന്ന് പറഞ്ഞിരിക്കണം. യൂണിഫോം കണ്ടിന്യൂസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ എനിക്ക് പറയാൻ പറ്റില്ല. യൂണിഫോം കണ്ടിന്യൂസ് എവ്രിവെയർ എന്ന് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഓൺ ആർ എന്ന് വേണമെങ്കിൽ പറയാം. അതായിരിക്കും ചിലപ്പോൾ യൂണിഫോം കണ്ടിന്യൂസ് എന്ന് പറയുന്നതായിരിക്കും, നിങ്ങൾ ഉദ്ദേശിക്കുന്നതായിരിക്കും. പക്ഷെ മിക്കവാറും അങ്ങനെയല്ല എഴുതേണ്ടത്. യൂണിഫോം കണ്ടിന്യൂസ് എന്ന് പറയണമെങ്കിൽ യൂണിഫോം കണ്ടിന്യൂസ് ഓൺ വിച്ച് സെറ്റ് എന്നുള്ളത് ഡിഫൈൻ ചെയ്യുക. അതായത് ഒരു പോയിന്റിലല്ല ഈ കൺസെപ്റ്റ് ഡിഫൈൻ ചെയ്യുന്നത്, ഒരു സെറ്റിലാണ്. അറ്റ്ലീസ്റ്റ് ഒരു ചെറിയ ഇന്റർവെല്ലിലോ ഏതെങ്കിലും ഒരു സെറ്റിലാണ് ഈ പറയുന്ന ഒരു കൺസെപ്റ്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡെഫിനിഷൻ ഭയങ്കര സിമ്പിൾ ആണ്. അതേ നിങ്ങൾക്ക് നോക്കുമ്പോൾ കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ പോലെ തന്നെ തോന്നും. എ ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ആർ ഇസ് സെഡ് ടു ബി യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ എ ഇഫ് for every epsilon greater than 0 there exists a delta greater than 0 such that modulus of x minus y is less than delta implies f of x modulus of f of x minus f of y is less than epsilon for every x y in a. ഇത് വലിയ വ്യത്യാസമൊന്നും കണ്ടിന്യൂറ്റിയുടെ ഡെഫിനേഷനിൽ സി എന്നുള്ള പോയിന്റിന് പകരം വൈ എന്ന് എടുത്തിരിക്കുന്നു. എന്നിട്ട് വൈ എന്ന് പറയുന്നത് ഏത് വൈ വേണമെങ്കിലും ആവാം ഇൻ എ എന്ന് പറഞ്ഞിരിക്കുന്നു. ഫോർ എവറി എക്സ് ഇൻ എ എന്ന് പറയുന്നതിന് പകരം ഫോർ എവറി എക്സ് ആൻഡ് വൈ ഇൻ എ, എക്സും വൈയും ഈ ഡെൽറ്റ നൈബർഹുഡ് ഓഫ് വൈ അല്ല പറയുന്നത്. വെനെവർ എക്സ് ആൻഡ് വൈ ആർ അറ്റ് എ ഡിസ്റ്റൻസ് ലെസ് ദാൻ ഡെൽറ്റ, എഫ് ഓഫ് എക്സ് ആൻഡ് എഫ് ഓഫ് വൈ ആർ അറ്റ് എ ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോണിനെ പറഞ്ഞുള്ളൂ. അല്ലാതെ ഒരു പെർട്ടിക്കുലർ പോയിന്റിന്റെ ഡെൽറ്റ നൈബർഹുഡിനെ പറ്റി, ഒരു പെർട്ടിക്കുലർ എഫ് ഓഫ് സിയുടെ എപ്സിലോൺ നൈബർഹുഡിനെ പറ്റിയോ അല്ല പറഞ്ഞത്. ഓക്കെ, ഇവിടുത്തെ വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ്. ഡെൽറ്റ എന്നുള്ള ഒരു എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് വി ഗെറ്റ് എ ഡെൽറ്റ. ദാറ്റ് ഡെൽറ്റ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ എപ്സിലോൺ, നോട്ട് ഓൺ ദി പോയിന്റ്സ് ഓഫ് ദി സെറ്റ് എ. That is the thing, അല്ലെങ്കിൽ that is the point which distinguish continuity and uniform continuity. അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ എന്താന്ന് പറയാം, നിങ്ങളിപ്പോൾ ഒരു ഫംഗ്ഷൻ എടുക്കുകയാണ്. സപ്പോസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x എന്നുള്ളൊരു ഫംഗ്ഷൻ എടുക്കുകയാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x എന്നുള്ള ഫംഗ്ഷൻ ഞാൻ എടുത്തു. അല്ലെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമുള്ള ഫംഗ്ഷൻ എടുക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നുള്ള ഫംഗ്ഷൻ എടുത്തു. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നുള്ള ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്ന് നമുക്കറിയാം, ഏതെങ്കിലും ഒരു ഇന്റർവെല്ലോ. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ ഏതാണ്? ഈ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നുള്ള ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ആർ നോക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം ഇത് കണ്ടിന്യൂസ് ആണ് എവ്രിവെയർ ഓൺ ആർ. പോളിനോമിയൽസ് എല്ലാം കണ്ടിന്യൂസ് ഓൺ ആർ ആണ് എന്നൊക്കെ നമുക്കറിയാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ യൂണിഫോം കണ്ടിന്യൂറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യുന്നത്. സേ ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു പോയിന്റ്, സേ ഫോർ എക്സാമ്പിൾ 2 എന്നുള്ള പോയിന്റിനെ എഫ് ഓഫ് 2 എന്താണ്? എഫ് ഓഫ് 2 എന്നുള്ളത് 4 ആണ്. അപ്പോൾ സി എസ് 2 എഫ് ഓഫ് സി എസ് 4 അങ്ങനെയാണ് എടുക്കണമെങ്കിൽ ഐ ക്യാൻ സേ കറസ്പോണ്ടിങ് ടു എവറി എപ്സിലോൺ നൈബർഹുഡ് ഓഫ് 4, ഒരു എപ്സിലോൺ നൈബർഹുഡ് ഓഫ് 4 എടുത്താൽ corresponding to a epsilon neighborhood of 4, there exists a delta neighborhood of 2
എഫ് ഓഫ് സിയുടെ ഏതൊരു എപ്സിലോൺ നൈബർഹുഡിന്റെ കറസ്പോണ്ടിങ് ആയിട്ടും എനിക്ക് ഒരു ഡെൽറ്റ നൈബർഹുഡ് ഓഫ് സി കണ്ടുപിടിക്കാൻ സാധിക്കും. സിയുടെ ഒരു നൈബർഹുഡ്, അതായത് ഇവിടുത്തെ 2ന്റെ ഒരു നൈബർഹുഡ് കണ്ടുപിടിക്കാൻ സാധിക്കും. സച്ച് ദാറ്റ് ചെറുതാണെങ്കിലും നൈബർഹുഡ് ആണ്, ചെറുതാണ് സമ്മതിച്ചു, ബട്ട് സ്റ്റിൽ there exists a neighborhood of 2 such that whenever x belongs to this neighborhood of 2, where does f of x lies? F of x lies in the epsilon neighborhood of, this is epsilon, നമ്മൾ എടുത്തിരിക്കുന്ന epsilon neighborhood ഇതാണ്, epsilon neighborhood of 4. ഏതൊക്കെ എക്സ് ഇവിടെ എടുത്താലും എഫ് ഓഫ് എക്സ് ഇതിൻ്റെ ഉള്ളിൽ വരും. 4 മൈനസ് എപ്സിലോൺ 4 പ്ലസ് എപ്സിലോൺ എന്നുള്ള ഇന്റർവെല്ലിന്റെ ഉള്ളിൽ വരും. ഇത് 4 മൈനസ് എപ്സിലോൺ, ഇത് 4 പ്ലസ് എപ്സിലോൺ. ഓക്കെ, ഇനി ഞാൻ പറയാൻ വന്നത് ഇത്രേ ഉള്ളൂ. ഈ എപ്സിലോണിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടിയ ഡെൽറ്റയുടെ വാല്യൂ, ഇതിലിപ്പോ ഏതാണ് ഡെൽറ്റ, ഇതിലേതാ ഡെൽറ്റ, ഇതിൽ മിനിമം ഡിസ്റ്റൻസ് ആണ് ഡെൽറ്റ. ഓക്കെ, ഞാനിങ്ങനെ ഇത്രയും വലിയ ഡെൽറ്റ പറയാൻ പറ്റില്ല, ഇത്രയും വലിയ ഈ ഇന്റർവെല്ലിലെ എല്ലാ എക്സിന്റെ ഇമേജ് അവിടെ തന്നെയാണ് സമ്മതിച്ചു. പക്ഷെ ഇതിൽ ഡെൽറ്റ ആയിട്ട് എടുക്കണമെങ്കിൽ എനിക്ക് ഈ ഡിസ്റ്റൻസ് എടുത്താൽ പറ്റില്ല. കാരണം ഈ ഡിസ്റ്റൻസ് ഞാൻ ഡെൽറ്റ എന്ന് എടുത്താൽ 2ൽ നിന്ന് അത്രയും ഡിസ്റ്റൻസ് റൈറ്റ് സൈഡിലേക്ക് ഈ ഇന്റർവെല്ലിന്റെ ഉള്ളിലില്ല, അല്ലേ? വെനെവർ എക്സ് ഹിയർ എഫ് ഓഫ് എക്സ് ഇസ് ദർ. പക്ഷെ എനിക്ക് എക്സ് ആ ഡിസ്റ്റൻസ് 2 മൈനസ് ഡെൽറ്റ 2 പ്ലസ് ഡെൽറ്റ എന്നുള്ള ഡിസ്റ്റൻസ് എങ്ങനെ പറയും? ഇതിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ഡെൽറ്റ ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ദിസ് ഡിസ്റ്റൻസ് ഇസ് ഡെൽറ്റ, സോ ദാറ്റ് ദിസ് ഇസ് 2 പ്ലസ് ഡെൽറ്റ ആൻഡ് ദിസ് ഇസ് 2 മൈനസ് ഡെൽറ്റ, ദിസ് ഇസ് 2 മൈനസ് ഡെൽറ്റ, സോ ദാറ്റ് whenever x is lying inside 2 plus delta and 2 minus delta, f of x is inside 4 minus epsilon 4 plus epsilon. ഞാൻ പറയാൻ വന്നത് ഈ ഡെൽറ്റ, ഈ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടിയിരിക്കുന്ന ഈ ഡെൽറ്റ ആക്ച്വലി നമ്മൾ എടുത്തിരിക്കുന്ന പോയിന്റ്സിനെ കൂടി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. 2 c is equal to 2, f of c is equal to 4 എന്നുള്ള പോയിന്റിനാണ് നമുക്ക് ഈ എപ്സിലോണും ഡെൽറ്റയും കിട്ടിയത്. അതേസമയം ഞാൻ ഇതേ എപ്സിലോൺ തന്നെ എടുത്തിട്ട് പോയിന്റ് മാറ്റിയാൽ ഈ ഡെൽറ്റ ഹോൾഡ് ചെയ്യണം എന്നില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഈ ലെങ്ത് ഒന്ന് മനസ്സിൽ വെക്കുക, ഈ ഡെൽറ്റയുടെ ഈ ലെങ്ത് ഒന്ന് മനസ്സിലേക്ക് വെക്കുക, മനസ്സിൽ വെച്ചോട്ടോ ഈ ലെങ്ത് എത്രയുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ ഇതേ എപ്സിലോൺ തന്നെ ഞാൻ കുറച്ചും കൂടി വേറൊരു പോയിന്റിൽ എടുക്കുകയാണ്. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ഈ ഫംഗ്ഷന്റെ കേസിൽ ഞാൻ ഇവിടെ ലെഫ്റ്റിലേക്കുള്ള പോയിന്റ്സ് എടുത്ത, ഈ സി ഈക്വൽ ടു 2ന്റെ ലെഫ്റ്റിലേക്കുള്ള പോയിന്റ്സ് എടുത്ത ഒരു സി ഈക്വൽ ടു 2ന് ഹോൾഡ് ചെയ്ത ഒരു ഡെൽറ്റ സിയുടെ ലെഫ്റ്റ് സൈഡിലേക്കുള്ള എല്ലാ പോയിന്റ്സിനും ഹോൾഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഈ ഫംഗ്ഷന്റെ കേസിൽ ഞാൻ 1ന്റെ എപ്സിലോൺ നൈബർഹുഡ് എടുക്കുകയാണ്. എപ്സിലോണിനുള്ള ഡിസ്റ്റൻസ് ശ്രദ്ധിച്ച് നോക്കിയാൽ 1ന്റെ എപ്സിലോൺ നൈബർഹുഡ് ഏകദേശം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഈ 1ന്റെ എപ്സിലോൺ നൈബർഹുഡിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഈ ലെങ്ത് ശരിയാണെന്ന് വിചാരിക്കണോ? ഈ ലെങ്ത് തന്നെയാണോ? ഈ ലെങ്ത് ഇത്രയും കൂടി ഉണ്ട് അല്ലേ, ഇത്രയും കൂടി ഉണ്ട്. ഈ ലെങ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ ഡെൽറ്റ കണ്ടുപിടിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ 1ന്റെ എപ്സിലോൺ നൈബർഹുഡിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ നമ്മൾ നേരത്തെ കിട്ടിയ ഡെൽറ്റ ഹോൾഡ് ചെയ്യും. അതായത് നോക്കിക്കേ, ഇവിടെ കിട്ടിയ ഇന്റർവെല്ലിന്റെ ലെങ്ത് കൂടുതലാണ്. ഇതേ എപ്സിലോൺ തന്നെയാണ് ഞാൻ എടുത്തിരിക്കണേ. പക്ഷെ ഇവിടെ കിട്ടിയിരിക്കുന്ന ഈ ഡെൽറ്റ, നേരത്തെ എടുത്ത ഡെൽറ്റ ഇവിടെ ഹോൾഡ് ചെയ്യും. ഞാൻ ഇതൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്താൽ എനിക്ക് മനസ്സിലാവും. ഈ ഡെൽറ്റ ഇത് എത്രയാണോ ആ ലെങ്ത്, ഈ ലെങ്ത് എത്രയാണോ അത്, ഞാൻ ഈ ലെങ്തിനെ അതിനെ കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ബട്ട് സ്റ്റിൽ ആ ലെങ്ത് നമുക്കൊന്ന് ഇവിടേക്ക് നോക്കാം. ഈ ലെങ്ത് എത്രയുണ്ട്? ഏകദേശം ഇത്രയുണ്ട്. ഇത്രേ ഉള്ളൂ, ഇത്രയും തന്നെ ഇല്ല അല്ലേ, ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ആ ഡെൽറ്റ ലെങ്ത്. അത്രയും തന്നെ ഇല്ല, ഞാൻ എഴുതിയിരിക്കുന്നത് ഇത്തിരി കൂടി പോയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഡെൽറ്റ. അപ്പോൾ whenever x is in 1 minus delta 1 plus delta, whenever x is in this interval, x is between
1 minus delta and 1 plus delta, you can see that x ഇവിടെയാണെങ്കിൽ f of x 1 minus epsilon 1 plus epsilon ഉള്ളിലായിരിക്കും. ഇതിൻ്റെ ഉള്ളിൽ ഏത് x എടുത്താലും. അപ്പോൾ ഈ ഇന്റർവെൽ അങ്ങനെ തന്നെ, ഈ ഇന്റർവെല്ലിലെ എല്ലാ പോയിന്റ്സിന്റെ ഇമേജ് 1 minus epsilon 1 plus epsilonന്റെ ഉള്ളിൽ തന്നെയാണ് വരുന്നത്. ഈ ഇന്റർവെല്ലിലെ എല്ലാ പോയിന്റ്സിന്റെ ഇമേജ് വരുന്നത് ഇതിന്റെ ഉള്ളിൽ തന്നെയാണ്. അതായത് ഈ എപ്സിലോണിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഡെൽറ്റ, നേരത്തെ കിട്ടിയ ഡെൽറ്റ ഹോൾഡ് ചെയ്യും. പക്ഷേ ഞാൻ എടുക്കുന്ന റൈറ്റ് സൈഡിലെ ഏതെങ്കിലും ഒരു പോയിന്റ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ 3 എന്നുള്ള പോയിന്റ് എടുക്കുകയാണെങ്കിൽ, 3 എന്നുള്ള പോയിന്റിന്റെ ഇമേജ് 9 ആണ്. ഈ കേസിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ ഡെൽറ്റയുടെ വാല്യൂ, ഡെൽറ്റ നെയ്ബർഹുഡ് റൈറ്റ് സൈഡിലേക്ക് പോകുന്നതോറും കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് കാണാം ഈ ഫംഗ്ഷന്റെ കേസിൽ. അപ്പോൾ നിങ്ങൾ 3 എന്നുള്ള പോയിന്റിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് സി എന്ന് പറയുന്നത് 9 ആണ്. ഈ 9ന്റെ ഇതേ എപ്സിലോൺ നെയ്ബർഹുഡ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഡെൽറ്റ ഇതിലും ചെറുതായിരിക്കും. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ എടുത്ത ഡെൽറ്റ ഈ 9ന്റെ 3 എക്സ് ഈക്വൽ ടു സി ഈസ് ഈക്വൽ ടു 3 അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു 3 എന്നുള്ള പോയിന്റിന് ഇതേ ഡെൽറ്റ ഹോൾഡ് ചെയ്യില്ല ഫോർ ദ സെയിം എപ്സിലോൺ. ഞാൻ ഇതാണ് എപ്സിലോൺ ഡിസ്റ്റൻസ് എന്ന് വിചാരിക്കുന്നു. നിങ്ങളത് കൃത്യമായിട്ടൊക്കെ ഗ്രാഫ് പേപ്പറിലൊക്കെ വരക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഇതിന്റെ പ്രീമേജ് ആയിട്ട് വരുന്ന ഇന്റർവെൽ. ഞാൻ വരച്ചിരിക്കുന്നതിന് പ്രശ്നമുണ്ട്. 3 എന്നുള്ള പോയിന്റ് 9ന്റെ പ്രീമേജ് ആണ്. ഇതാണ് 3, ഇതാണ് നോക്കിക്കോ, ഇതിന്റെ പ്രീമേജ് ആയിട്ട് വരുന്ന 9ന്റെ പ്രീമേജ് ആയിട്ട് വരുന്ന 3 ഇവിടെയും ഈ ഇന്റർവെല്ലാണ് അതിന്റെ പ്രീമേജ് ആയിട്ട്. അതായത് ഈ ഇന്റർവെല്ലിലുള്ള എല്ലാ എക്സിന്റെയും എഫ് ഓഫ് എക്സ് 9ന്റെ എപ്സിലോൺ നെയ്ബർഹുഡിലായിരിക്കും. പക്ഷേ ഇത് ഇതേ എപ്സിലോൺ തന്നെയാണ്, സെയിം എപ്സിലോൺ. ഈ ഡെൽറ്റ ഇവിടെ ഹോൾഡ് ചെയ്യുമോ നോക്കിക്കോ. ഈ ഡെൽറ്റ എത്രയുണ്ട് നോക്കിക്കോ, ഇത്രയും ലെങ്ത് ഉണ്ട് ഈ ഡെൽറ്റ. ഈ ഡെൽറ്റ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ വെളിയിലേക്ക് പോകും. ഈ വെളിയിലേക്കുള്ള പോയിന്റ്സിന്റെ കണ്ടോ കുറച്ചും കൂടെ ചെറുതായിട്ടാണ് വന്നിരിക്കണേ. ഈ ലെങ്ത് ചെറുതായിട്ടാണ് വന്നിരിക്കുന്നത്. നേരത്തെ എടുത്ത ലെങ്തിനേക്കാളും ചെറുതാണ്. റൈറ്റ് സൈഡിലേക്ക് പോകുന്തോറും ആ ഇന്റർവൽ ലെങ്ത് ചെറുതായിട്ടാണ് ഈ ഫംഗ്ഷന്റെ വരുന്നത്. അപ്പോ ഈ ഇതേ ഡെൽറ്റ നെയ്ബർഹുഡ് 3യുടെ ഇതേ ഡെൽറ്റ നെയ്ബർഹുഡ് എടുത്താൽ 3യുടെ ഡെൽറ്റ നെയ്ബർഹുഡ് കുറച്ചും കൂടെ വെളിയിലേക്ക് പോകും. 3 മൈനസ് ഡെൽറ്റ 3 പ്ലസ് ഡെൽറ്റ. സോ ദാറ്റ് ഈ 3 മൈനസ് ഡെൽറ്റ 3 പ്ലസ് ഡെൽറ്റ എന്നുള്ള ഇന്റർവെല്ലിൽ വരുന്ന എല്ലാ പോയിന്റിന്റെയും, സേ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു പോയിന്റ് എടുത്താൽ ഈ പോയിന്റിന്റെ ഇമേജ് എവിടെ വരില്ല? നമ്മൾ നേരത്തെ പറഞ്ഞ 9ന്റെ എപ്സിലോൺ നെയ്ബർഹുഡിൽ വരില്ല, അതിൽ വെളി പോവും. ഓക്കെ, 1 ആയിപ്പോയി, 0 ആണ് വേണ്ടത്, അതിന്റെ വെളി പോവും. ഓക്കെ, അതായത് എന്താ അർത്ഥം? ഈ പോയിന്റിനെ കൂടി ഡെൽറ്റ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നർത്ഥം. ഫോർ എവറി എപ്സിലോൺ corresponding to every epsilon greater than 0 and corresponding to every c, for each c ആണ് നമുക്ക് for c in a corresponding to every epsilon greater than 0 there exists a delta greater than 0. ഈ delta depends on both epsilon and c. Okay, such that whenever modulus of x minus c is less than delta, modulus of f of x minus f of c is less than epsilon. Now, if the function f to be uniformly continuous on the set A, this for every epsilon there should exist a delta. The delta should depend only on epsilon, not on the points, so that whenever for every point in A this condition should hold. അപ്പോൾ യൂണിഫോംലി കണ്ടിന്യൂസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫോർ സി എന്ന് എഴുതേണ്ട കാര്യമില്ല. പിന്നെയോ വെനെവർ മോഡുലസ് ഓഫ് എക്സ് മൈനസ് സി ഇസ് ലെസ് ദാൻ ഡെൽറ്റ, മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ഇസ് ലെസ് ദാൻ എപ്സിലോൺ എഴുതാൻ പറ്റണം ഫോർ എവറി എക്സ് ആൻഡ് സി ഇൻ എ. സോ ദിസ് ഡെൽറ്റ ഷുഡ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദ പോയിന്റ് സി.
ദാറ്റ് ഇസ് ദ ഡെഫിനിഷൻ, ദാറ്റ് ഇസ് ദ എന്താ പറയുക വ്യത്യാസം എന്താണെന്നുള്ളത്, ഡിഫറൻസ് ഇൻ യൂണിഫോം കണ്ടിന്യൂറ്റി ഫ്രം ജസ്റ്റ് എ കണ്ടിന്യൂറ്റി അറ്റ് എ പോയിന്റ് എന്ന് പറയുന്നത് തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ ഞാൻ എടുത്തിരിക്കുന്ന എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നുള്ള ഫംഗ്ഷൻ ആക്ച്വലി യൂണിഫോംലി കണ്ടിന്യൂസ് ആവാനായിട്ട് നമ്മൾ ആർ എന്നുള്ള കംപ്ലീറ്റ് റിയൽ ലൈൻ എടുക്കുന്നതിന് പകരം ഏതെങ്കിലും ഒരു ഇന്റർവെല്ലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബൗണ്ടഡ് സെറ്റാണ് എടുക്കണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാൻ -2 2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇന്റർവെല്ലിൽ മാത്രമാണ് ഈ ഫംഗ്ഷൻ്റെ എടുത്തിരിക്കണമെങ്കിൽ, ഫംഗ്ഷന്റെ -2 എന്നുള്ള ഇന്റർവെല്ലിൽ എടുത്തിരിക്കുന്ന ഫംഗ്ഷൻ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു എപ്സിലോൺ തന്നു. അപ്പൊ ഈ ഫംഗ്ഷന്റെ ഗ്രാഫ് ഇത്രേ ഉള്ളൂ, ഫംഗ്ഷന്റെ ഗ്രാഫ് ഇത്രയൊന്നും ഇല്ല, പിന്നെയോ ഫംഗ്ഷന്റെ ഗ്രാഫ് ഇവിടം വരെ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ചാല് ഇവിടം വരെ ഉള്ളൂ ഗ്രാഫ്. ഇതില് ഈ ഏറ്റവും വലിയ ഒരു എപ്സിലോൺ തന്നാൽ ഇവിടെ ഈ കേസിലാണെങ്കിൽ ഈ എപ്സിലോൺ ഏറ്റവും ഇവിടുത്തെ ഏറ്റവും എന്താ പറയാ റേഞ്ച് സെറ്റിൽ ഏറ്റവും വലിയ വരുന്ന പോസിബിൾ ആയിട്ടുള്ള 4 - എപ്സിലോൺ, ഇവിടെ ഈ കേസിൽ വരുന്ന C - എപ്സിലോൺ സി അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ D - എപ്സിലോൺ D + എപ്സിലോൺ എന്നുള്ള പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഡെൽറ്റ, ഈ ഡെൽറ്റ ഇവിടത്തേക്കുള്ള എല്ലാ പോയിന്റ്സും ഹോൾഡ് ചെയ്യും. ഓക്കെ, ഇപ്പൊ ഇവിടെ സാറ്റിസ്ഫൈഡ് ആവുന്ന ഡെൽറ്റ ഇനി വേറെ ഏത് എപ്സിലോൺ നൈബർഹുഡ് എടുത്താലും സാറ്റിസ്ഫൈഡ് ആവും. അപ്പോ നമ്മൾക്ക് ഇവിടെ ഓരോ എപ്സിലോൺ നൈബർഹുഡിന് കറസ്പോണ്ടിങ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഡെൽറ്റകൾ എടുത്താൽ, ഒരു എപ്സിലോൺ എന്നുള്ള വാല്യൂ തന്നു കഴിഞ്ഞാൽ ഈ എപ്സിലോൺ നൈബർഹുഡിന് കറസ്പോണ്ടിങ് ആയിട്ട് വരാൻ പറ്റുന്ന ഡെൽറ്റയുടെ വാല്യൂ നോക്കുന്നു, വീണ്ടും വേറെ എപ്സിലോൺ നൈബർഹുഡിന് കറസ്പോണ്ടിങ് ആയിട്ട് വരാൻ പറ്റുന്ന ഡെൽറ്റയുടെ വാല്യൂ നോക്കുന്നു. ഈ ഫംഗ്ഷന്റെ കേസിൽ ആ ഡെൽറ്റയുടെ വാല്യൂ റൈറ്റ് സൈഡിലേക്ക് പോകുന്തോറും കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ ഏറ്റവും ചെറിയ പോസിബിൾ വാല്യൂ ഓഫ് ഡെൽറ്റ വരാവുന്നത് ഈ ഡെൽറ്റയാണ്. ആ ഡെൽറ്റ ബാക്കിയുള്ള എല്ലാ പോയിന്റ്സിനും, ഇന്റർവെല്ലിലെ എല്ലാ പോയിന്റ്സിനും ഹോൾഡ് ചെയ്യും. അതായത് ഇങ്ങനെ ഒരു മിനിമം ഡെൽറ്റ കണ്ടുപിടിക്കാൻ പറ്റിയാൽ that function becomes uniformly continuous on that interval, on that set. ഓക്കെ, അപ്പോൾ യൂണിഫോംലി കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണോ? അത് കുറച്ചൊന്ന് ചിന്തിക്കാനുണ്ട്. ഇനി യൂണിഫോം കണ്ടിന്യൂറ്റിനെ പറ്റി പറയാവുന്ന റിസൾട്ടുകൾ എന്ന് വെച്ചാൽ, യൂണിഫോംലി കണ്ടിന്യൂസ് പറഞ്ഞാൽ കണ്ടിന്യൂസും പിന്നെ അതിന് കൂടെ കൂടുതലായിട്ടുള്ള കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളാണ് പറഞ്ഞത്. ഡെൽറ്റ ഷുഡ് ബി ഇൻഡിപെൻഡന്റ് ഓഫ് ദ പോയിന്റ് സി, ഇറ്റ് ഷുഡ് ഡിപെൻഡ് ഓൺലി ഓൺ എപ്സിലോൺ എന്ന് പറഞ്ഞത്. അപ്പോൾ അതായത് കണ്ടിന്യൂസ് ഓൾറെഡി കണ്ടിന്യൂസ് ആണ്. യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ ആൻ ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ ക്ലിയർലി ഓൺ ദാറ്റ് സെറ്റ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ് അല്ലെ. യൂണിഫോം കണ്ടിന്യൂറ്റി ഇംപ്ലൈസ് കണ്ടിന്യൂറ്റിനേക്കാളും കൂടിയ ഒരു കാര്യമാണ് യൂണിഫോം കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് ട്രിവിയലി കണ്ടിന്യൂസ്. അതെങ്ങനെ പറയാം? ഒരു ഫംഗ്ഷൻ വിച്ച് ഇസ് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ എ സെറ്റ് ഇസ് കണ്ടിന്യൂസ് ഓൺ ദാറ്റ് സെറ്റ്. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ടേക്ക് എ ഫംഗ്ഷൻ വിച്ച് ഇസ് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ എ സെറ്റ്, that means for every epsilon greater than 0 there exists a delta such that whenever modulus of x and y are at a distance less than delta, f of x and f of y are at a distance less than epsilon. ഇതാണ് യൂണിഫോം കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ. അതിനെ ഞാൻ സ്റ്റാർ എന്ന് മാർക്ക് ചെയ്തു. ഈ സ്റ്റാർ എന്നുള്ള കണ്ടീഷനിൽ നിങ്ങൾക്ക് y എന്ന് പറയുന്ന എലമെന്റ് ഏത് സെറ്റിലെ ഏത് എലമെന്റ് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ y എന്ന് പറയുന്ന ഓരോരോ എലമെന്റ് ആയിട്ട് എടുത്താൽ ഫോർ ഈച്ച് y-നെ യു ക്യാൻ സീ ദാറ്റ് ദ സ്റ്റേറ്റ്മെന്റ് സ്റ്റാർ implies f is continuous at the point y. That is, f is continuous at each and every point y in A. അതായത് f is continuous at every point of A. That means f is continuous on the set A. Okay, but that is uniformly continuous means continuous. Uniform continuity implies continuity. ഇനി യൂണിഫോം കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ എപ്സിലോൺ ഡെൽറ്റ ഡെഫിനിഷൻ നോക്കിയിട്ട് എന്താണ് നോൺ യൂണിഫോം കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ എന്നൊന്ന് നമുക്ക് നോക്കാം. അതായത് യൂണിഫോം കണ്ടിന്യൂസ് അല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാൻ പറ്റുക? ഫംഗ്ഷൻ f from A to R is not uniformly continuous on A if ഏത് എപ്സിലോൺ എടുത്താലും ഇങ്ങനെ ഒരു ഡെൽറ്റ കണ്ടുപിടിക്കണം യൂണിഫോംലി കണ്ടിന്യൂസ് ആണെങ്കിൽ. അപ്പൊ യൂണിഫോംലി കണ്ടിന്യൂസ് അല്ല എന്ന് പറഞ്ഞാൽ എല്ലാ എപ്സിലോണിനും ഇങ്ങനെ ഡെൽറ്റ കണ്ടുപിടിക്കാൻ പറ്റണം എന്നില്ല. അതായത് എല്ലാ എപ്സിലോണിനൊന്നും ഇങ്ങനെ ഡെൽറ്റ ഇല്ല, എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഏതെങ്കിലും ഒരു എപ്സിലോണിനെങ്കിലും ഇങ്ങനെ ഒരു ഡെൽറ്റ ഇല്ല എന്നർത്ഥം. ഓക്കെ, അപ്പൊ യൂണിഫോംലി കണ്ടിന്യൂസ് അല്ല എന്ന് പറഞ്ഞാൽ എന്താ പറയാൻ പറ്റുക? there exists an epsilon for which such a delta does not exist. Okay, that means there exists an epsilon greater than 0 such that there exist എഴുതിയിരിക്കുന്നതിൽ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്. നോൺ യൂണിഫോംലി കണ്ടിന്യൂസ് എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെ പറയാം? എല്ലാ എപ്സിലോണിനും ഇങ്ങനെ ഒരു ഡെൽറ്റ എക്സിസ്റ്റ് ചെയ്യുന്നില്ല അല്ലെ.
For every epsilon greater than 0, there does not exist a there does not exist a delta greater than 0 such that whatever the condition is satisfied. അപ്പോൾ പിന്നെ എന്താണ് അർത്ഥം? എല്ലാ എപ്സിലോണിനും ഇങ്ങനെ ഡെൽറ്റ ഇല്ലാന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഒരു എപ്സിലോണിനെങ്കിലും ഇങ്ങനെ ഡെൽറ്റ ഇല്ലാത്തതുണ്ട്. There exists an epsilon not greater than 0 for which ഏത് ഡെൽറ്റ എടുത്താലും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവുന്നില്ല. ഏത് കണ്ടീഷൻ? Modulus of x minus y less than delta implies modulus of f of x minus f of y less f of x minus f of y greater less than epsilon എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സാറ്റിസ്ഫൈഡ് ആവുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാണ്. Modulus of x minus y less than delta ആയിട്ടും modulus of f of x minus f of y less than epsilon ആവാത്ത എക്സും വൈയും ഉണ്ട്. അതായത് ഇങ്ങനെ എഴുതാം. There exists an epsilon naught greater than 0. For every delta greater than 0, there exists x and y. എവിടെ? ആ സെറ്റില് എയില് എങ്ങനത്തെ? എക്സും വൈയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ ഡെൽറ്റ ആണ്. പക്ഷേ എഫ് ഓഫ് എക്സും എഫ് ഓഫ് വൈയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ അല്ല. പിന്നെയോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ആണ്. ഇങ്ങനെ ഏത് ഡെൽറ്റ എടുത്താലും എക്സും വൈയും കണ്ടുപിടിക്കാൻ പറ്റണം. അതായത് ഡെൽറ്റയ്ക്ക് ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരു ഡെൽറ്റയ്ക്ക് ഒരു എക്സും വൈയും ഒരു പെയർ. ഓക്കെ, അങ്ങനെ എക്സ് ഡെൽറ്റ വൈ ഡെൽറ്റ എന്ന് വേണമെങ്കിൽ വിളിക്കാം. അപ്പോൾ ഡെൽറ്റയുടെ കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പോൾ എക്സ് ഡെൽറ്റയ്ക്ക് 1 കൊടുത്താൽ 2 പോയിന്റ്സ് കിട്ടും, x1 y1. x1 y1 തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ ഡെൽറ്റ ആണ്. പക്ഷേ എഫ് ഓഫ് എക്സ് 1 എഫ് ഓഫ് എക്സ് 2 എഫ് ഓഫ് y1 തമ്മിലുള്ള ഡിസ്റ്റൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ആണ്, എപ്സിലോൺ നോട്ട് ആണ്. ഇങ്ങനെ ഓരോ ഡെൽറ്റയ്ക്കും ഒരു പെയർ ഓഫ് പോയിന്റ്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് നോൺ യൂണിഫോം കണ്ടിന്യൂസ് എന്ന് പറഞ്ഞ അർത്ഥം. എഫ് ഇസ് നോട്ട് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ എ എന്ന് പറഞ്ഞാൽ അർത്ഥം ഇതാണ്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദിസ് ഇസ് ട്രൂ. If and only if you can write the sequential definition also. ഇതിന്റെ sequential definition പറഞ്ഞാൽ എന്താണ്? x delta y delta ലെസ് ദാൻ, അതായത് എനിക്ക് ഇങ്ങനെ പറയാം. If and only if there exist two sequences xn and yn such that xn and yn are at a distance less than delta. അതായത് xn ഉം yn ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് ടെൻസ് ടു 0 ആണ്. പക്ഷേ എഫ് ഓഫ് എക്സിനും എഫ് ഓഫ് വൈനും തമ്മിൽ ഒരു കോൺസ്റ്റന്റ് പോസിറ്റീവ് ഡിസ്റ്റൻസ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതായത് എഫ് ഓഫ് എക്സിനും എഫ് ഓഫ് വൈനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ടെൻസ് ടു 0 അല്ല. ഇങ്ങനെ വേണമെങ്കിൽ എനിക്ക് നോൺ യൂണിഫോം കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ എഴുതാം. എന്താണ്? 2 ഡെഫിനിഷൻ പറഞ്ഞു. ഒന്ന് നോൺ യൂണിഫോം കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ. ഒന്ന്, there exists a positive epsilon naught for which for every delta greater than 0 there exists a pair of points x delta and y delta in A at a distance less than delta, but their images are at a distance greater than or equal to epsilon naught. Or you can say that there exist two sequences xn and yn in A such that modulus of xn minus yn tends to 0, but modulus of f of xn minus f of yn greater than or equal to epsilon naught. Okay, for every n in it. ഇനി ഇതിന്റെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് യൂണിഫോംലി കണ്ടിന്യൂസ് ആണ് ഒരു ഫംഗ്ഷൻ, യൂണിഫോംലി കണ്ടിന്യൂസ് ആണ് ഒരു ഇന്റർവെൽ അല്ലെങ്കിൽ ഒരു സെറ്റിൽ നിന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആസ് യൂഷ്വൽ ഇങ്ങനെ ഒരു കണ്ടീഷൻ പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a delta എന്ന് പ്രൂവ് ചെയ്യണം. അതായത് ഒരു എപ്സിലോൺ എടുക്കും, എന്നിട്ട് ഇങ്ങനെ ഈ കണ്ടീഷൻ, ഈ ഒരു ഇംപ്ലിക്കേഷൻ ട്രൂ ആവുന്ന, ഈ ഇഫ് ദെൻ കണ്ടീഷൻ ട്രൂ ആവുന്ന എല്ലാ എക്സും വൈക്കും ട്രൂ ആവുന്ന ഒരു ഡെൽറ്റ നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഇങ്ങനെയാണ്. ഫോർ എക്സാമ്പിൾ ഒരു പ്രോബ്ലം നോക്കിയാൽ അറിയാം. ഷോ ദാറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഇസ് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ എവരി ഇന്റർവെൽ ഓൺ ആർ. അപ്പോൾ നമ്മളൊരു എപ്സിലോൺ എടുക്കുന്നു. ലെറ്റ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ബി ഗിവൻ. എന്നിട്ട് എക്സും വൈയും ഇന്റർവെൽ ഐയിലെ പോയിന്റ്സ് എടുക്കുന്നു. കൺസിഡർ മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് ഐ. എന്താ ചെയ്യേണ്ടത്? മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് ഐ ലെസ് ദാൻ എപ്സിലോൺ ആക്കണം. whenever modulus of x minus y is less than something.
Okay, അപ്പോൾ we consider modulus of f of x minus f of y, that is modulus of x minus y itself. Okay, so that is less than epsilon whenever modulus of x minus y is less than epsilon. അതായത് you can take delta as epsilon itself. So take epsilon equal to delta is equal to epsilon. So clearly delta is same as epsilon, means it doesn't depend on x or y or anything. It depends only on epsilon. And for this delta, modulus whenever modulus of x minus y is less than delta, modulus of f of x minus f of y is less than epsilon. So f is uniformly continuous on I. യൂണിഫോം കണ്ടിന്യൂസ് ആണ് എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എളുപ്പ വഴി ഇതാണ്, ലിപ്ഷിറ്റ്സ് കണ്ടീഷൻ എന്ന് പറയും. അതായത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, കണ്ടിന്യൂറ്റി പ്രൂവ് ചെയ്യാൻ നേരം തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇതാണ് കണ്ടീഷൻ. ലിപ്ഷിറ്റ്സ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ is written as less than or equal to a constant times modulus of x minus y. That condition is known as Lipschitz condition. If a function satisfies this condition for some positive k, we say that this function is Lipschitz or Lipschitz function. എന്താണ് ലിപ്ഷിറ്റ്സ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ, ഇഫ് യു ഹാവ് എ ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ആർ, ഇറ്റ് ഇസ് സെഡ് ടു ബി ലിപ്ഷിറ്റ്സ് ഫംഗ്ഷൻ ഇഫ് ദർ എക്സിസ്റ്റ് എ കോൺസ്റ്റന്റ് കെ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ ഇസ് ബൗണ്ടഡ് എബവ് ബൈ ദ ടേം കെ ടൈംസ്, ബൗണ്ടഡ് എബവ് എന്ന് പറയാൻ പറ്റില്ല, ഇറ്റ് ഇസ് ഡോമിനേറ്റഡ് ബൈ കെ ടൈംസ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ ഓർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ടൈംസ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവുകയാണെങ്കിൽ നമുക്ക് യൂണിഫോംലി കണ്ടിന്യൂസ് ആണ് ഓൺ എയിൽ എന്ന് പറയാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ എടുക്കുമ്പോൾ ഇറ്റ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ടൈംസ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ എന്ന് വരും. അത് ലെസ് ദാൻ എപ്സിലോൺ ആവുന്ന എപ്പോഴാണ്? വെൻ എവർ മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ ഇസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ കെ. സോ യു ക്യാൻ ടേക്ക് ഡെൽറ്റ ആസ് എപ്സിലോൺ ബൈ കെ. അപ്പോൾ ഇങ്ങനെ ഒരു കെ എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലിപ്ഷിറ്റ്സ് ഫംഗ്ഷൻ ആണെങ്കിൽ യൂണിഫോംലി കണ്ടിന്യൂസ് ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അത് ഞാനിവിടെ ഒരു എക്സാമ്പിൾ അടുത്ത തിയറമായിട്ട് എഴുതിയിട്ടുണ്ട് എക്സാം. അപ്പോൾ അങ്ങനെ പ്രോബ്ലം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ടേക്ക് എൻ എപ്സിലോൺ ആൻഡ് ടേക്ക് 2 പോയിന്റ്സ് എക്സ് ആൻഡ് വൈ ഇൻ എ ബി, ദെൻ കൺസിഡർ മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ, ഇറ്റ് ഇസ് മോഡുലസ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ, ഇറ്റ് ഇസ് എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. Modulus of x minus x plus y can be written as it is less than or equal to mod x plus mod y by triangle inequality. And since x and y are belonging to the interval AB, you can write mod x and mod y are bounded above by k, where k is the maximum of mod A and mod B. So you can take k as maximum of mod A and mod B, so that mod x is less than or equal to k and mod y is also less than or equal to k. So this term is less than or equal to 2k times modulus of x minus y എന്ന് എഴുതാം. So this is less than epsilon whenever modulus of x minus y is less than epsilon by 2k. So you can take delta as epsilon by 2k, which is depending only on epsilon, not on the points. And whenever modulus of x minus y is less than delta, modulus of f of x minus f of y is less than epsilon. So this function is uniformly continuous on AB എന്ന് പറയാം. അതായത് ലിപ്ഷിറ്റ്സ് ആണെങ്കിൽ യൂണിഫോംലി കണ്ടിന്യൂസ് ആണെന്ന് പറയാം. അതൊരു തിയറായിട്ട് എഴുതിയിട്ടുണ്ട്. ലിപ്ഷിറ്റ്സ് ഫംഗ്ഷൻസ് ആർ ഓൾ യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ ദ ഡൊമൈൻ വേർ ദ ഫംഗ്ഷൻ ഇസ് ഡിഫൈൻഡ്. അതായത് സേ ഫോർ എക്സാമ്പിൾ എഫ് എന്ന് പറയുന്നത് ലിപ്ഷിറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും, കണ്ടീഷൻ സ്റ്റാർ, ആൻഡ് ഇറ്റ് വിൽ ബി ലെസ് ദാൻ എപ്സിലോൺ whenever modulus of x minus y is less than epsilon by k. So you can take delta as epsilon by k, so that the definition of uniform continuity on y will be satisfied. അതിനുള്ള കുറച്ച് എക്സാമ്പിൾസ് ആണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ അതേ ഫംഗ്ഷൻ തന്നെ എക്സ് സ്ക്വയർ തന്നെ ഏതൊരു ബൗണ്ടഡ് എബവ് ആയിട്ടുള്ള ഇന്റർവെല്ലിലും യൂണിഫോംലി കണ്ടിന്യൂസ് ആവും നമുക്ക് പ്രൂവ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പോസിറ്റീവ് എക്സ് ആക്സിസിലെ ഒരു ഇന്റർവെല്ലാണ് എഴുതിയിരിക്കണമെങ്കിൽ നേരത്തെ എഴുതിയ പോലെ മോഡ് എ മോഡ് ബിയുടെ മോഡിൽ മാക്സിമം ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. കെ പോസിറ്റീവ് ഇന്റർവെല്ലിലാണ് എഴുതിയിരിക്കണമെങ്കിൽ ക്ലിയർലി മോഡ് എക്സിനെ മോഡ് വൈനെ എക്സും വൈ എന്ന് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, സോ ദാറ്റ് എക്സ് പ്ലസ് വൈ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2b എന്ന് എഴുതാം. അവിടെ നമുക്ക് കെ എന്ന് പറഞ്ഞിട്ട് മോഡ് എ മോഡ് ബിയുടെ മാക്സിമം എടുക്കേണ്ട ആവശ്യമില്ല ഇഫ് ഇറ്റ് ഇസ് ഡിഫൈൻഡ് ഓൺ എ പോസിറ്റീവ് ഇന്റർവെൽ. അതുപോലെ ഏതൊരു ബൗണ്ടഡ് എബോ ആയിട്ടുള്ള ഇന്റർവെല്ലിലും എനിക്ക് എക്സ് സ്ക്വയർ എന്നുള്ള ഫംഗ്ഷൻ യൂണിഫോംലി കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ എക്സ് സ്ക്വയർ ഒരു അൺബൗണ്ടഡ് എബോ ഇന്റർവെല്ലിൽ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ, അൺബൗണ്ടഡ് എബോ തന്നെയല്ല അൺബൗണ്ടഡ് ബിലോ ആയാലും പ്രശ്നമാണ്. അൺബൗണ്ടഡ് ഇന്റർവെല്ലിൽ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ യു കനോട്ട് ഫൈൻഡ് എ പോസിറ്റീവ് കേസ് സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ടൈംസ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ. കാരണം എന്താണ്, ആ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ ആക്ച്വലി
എക്സ് സ്ക്വയർ എന്നുള്ള ഫംഗ്ഷൻ അല്ലേ, ഇറ്റ് ക്യാൻ ബി മെയ്ഡ് ആർബിട്രറി ലാർജ് അല്ലേ, അത് അൺബൗണ്ടഡ് പോയിട്ടുള്ള ഫംഗ്ഷൻ ആണ്. സോ ദാറ്റ് ലിപ്ഷിറ്റ്സ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവില്ല. സോ അൺബൗണ്ടഡ് ഇന്റർവെൽസിൽ ഈ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. അൺബൗണ്ടഡ് ഇന്റർവെല്ലിൽ ഫംഗ്ഷൻ യൂണിഫോംലി കണ്ടിന്യൂസ് അല്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അതായത് ലിപ്ഷിറ്റ്സ് അല്ല എന്ന് വെച്ചിട്ട് യൂണിഫോംലി കണ്ടിന്യൂസ് അല്ല എന്ന് പറയാൻ പറ്റില്ല. അത് ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല. ലിപ്ഷിറ്റ്സ് ആണെങ്കിൽ യൂണിഫോംലി കണ്ടിന്യൂസ് ആണ് എന്നേ പറഞ്ഞോളൂ. അപ്പൊ അൺബൗണ്ടഡ് ഇന്റർവെല്ലിൽ ലിപ്ഷിറ്റ്സ് അല്ലാത്തതുകൊണ്ട് ഈ മെത്തേഡിൽ യൂണിഫോംലി കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. പിന്നെ യൂണിഫോംലി കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്നുള്ളതിന് നമുക്ക് കുറച്ചും കൂടെ കഴിയുമ്പോൾ ഞാൻ പറയാം അത് യൂണിഫോംലി കണ്ടിന്യൂസ് അല്ല എന്നുള്ളത്. ലിപ്ഷിറ്റ്സ് അല്ല എന്ന് വെച്ചിട്ട് യൂണിഫോംലി കണ്ടിന്യൂസ് അല്ല എന്ന് എഴുതാൻ പറ്റില്ല. ലിപ്ഷിറ്റ്സ് അല്ല, പക്ഷെ അത് യൂണിഫോംലി കണ്ടിന്യൂസ് അല്ല എന്നുള്ളത് നമ്മൾ വേറെ തരത്തിൽ പ്രൂവ് ചെയ്യാം. വേറെ 1-2 എക്സാമ്പിൾസും കൂടി ഇവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. എഫ് ഓഫ് എക്സ് = 1/x എടുക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെ മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈനെ എനിക്ക് മോഡുലസ് എക്സ് മൈനസ് വൈ ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു വൈ എന്ന് എഴുതാൻ പറ്റും. ഈ 1/xഉം 1/yയും ബൗണ്ടഡ് എബവ് ബൈ 1 ആണ് ഇൻ ദിസ് ഇന്റർവൽ. 1 ഇൻഫിനിറ്റി എന്നുള്ള ഇന്റർവെല്ലിലും എക്സും വൈയും ബൗണ്ടഡ് ബിലോ ബൈ 1 ആയതുകൊണ്ട് 1/xഉം 1/yയും ബൗണ്ടഡ് എബവ് ബൈ 1 ആണ്. സോ ഈ ഒരു ലിപ്ഷിറ്റ്സ് കണ്ടീഷനിൽ k = 1 ആയിട്ട് ഹോൾഡ് ചെയ്യും. ലിപ്ഷിറ്റ്സ് ആയതുകൊണ്ടിട്ട് ഫംഗ്ഷൻ യൂണിഫോംലി കണ്ടിന്യൂസും ആണ് ആ ഇന്റർവെല്ലിൽ. അത് 1 ഇൻഫിനിറ്റിക്ക് പകരം ഏതൊരു ബൗണ്ടഡ് ബിലോ ആയിട്ടുള്ള ഏതൊരു ഇന്റർവെല്ലിലും ഇതേ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് = 1/x യൂണിഫോംലി കണ്ടിന്യൂസ് ആണെന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാം. അതുപോലെ തന്നെ സൈൻ എക്സ് എന്നുള്ള ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ അത് ഏതൊരു ഇന്റർവെല്ലിലും, ബൗണ്ടഡ് ഇന്റർവെൽ ആവണമെന്ന് നിർബന്ധമില്ല, ഏതൊരു ഇന്റർവെല്ലിലും യൂണിഫോംലി കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് ഈ പറഞ്ഞ നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ള കണ്ടിന്യൂറ്റിയുടെ പ്രോബ്ലത്തിൽ ചെയ്തിട്ടുള്ള പോലെ തന്നെ മോഡുലസ് ഓഫ് സൈൻ എക്സ് മോഡുലസ് ഓഫ് കോസ് എക്സ് > 1 എന്നുള്ള റിസൾട്ടും മോഡുലസ് ഓഫ് സൈൻ എക്സ് > mod x ഫോർ എവറി റിയൽ വാല്യൂസ് ഓഫ് എക്സ് എന്നുള്ള റിസൾട്ടും യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതും ലിപ്ഷിറ്റ്സ് ആണെന്ന് പ്രൂവ് ചെയ്യാം. സോ ദാറ്റ് ഇറ്റ് ഇസ് യൂണിഫോംലി കണ്ടിന്യൂസ്. സൈൻ എക്സ് മാത്രമല്ല, സൈൻ എക്സ് സ്ക്വയർ ആണ് എടുക്കണമെങ്കിൽ സൈൻ എക്സ് ഇസ് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ എനി ഇന്റർവെൽ, വേറെ സൈൻ എക്സ് സ്ക്വയർ ഇസ് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ ബൗണ്ടഡ് ഇന്റർവെൽ. അതുപോലെ സൈൻ 1/x ഇസ് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ ബൗണ്ടഡ് ബിലോ ഇന്റർവെൽ. ഇങ്ങനെയൊക്കെ നമുക്ക് പ്രൂവ് ചെയ്യാം. അതൊക്കെ ലിപ്ഷിറ്റ്സ് ആണ്, അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് പ്രൂവ് ചെയ്യാം. ഓക്കെ, ഇനിയുള്ളത് യൂണിഫോം കണ്ടിന്യൂറ്റി തിയറം ആണ്. അതായത് നേരത്തെ പറഞ്ഞ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇന്റർവെൽ യൂണിഫോംലി കണ്ടിന്യൂസ് ആയിരിക്കും. ഇപ്പം നമ്മൾ തിരിച്ചു പറയണം, യൂണിഫോംലി കണ്ടിന്യൂസ് ആണെങ്കിൽ കണ്ടിന്യൂസ് ആണ്, പക്ഷേ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞിട്ട് യൂണിഫോംലി കണ്ടിന്യൂസ് ആവണം എന്നില്ല. ഫോർ എക്സാമ്പിൾ, നമ്മളെടുത്ത ഈ പറഞ്ഞ എക്സ് സ്ക്വയർ എന്നുള്ള ഫംഗ്ഷൻ എവ്രിവേർ കണ്ടിന്യൂസ് ആയിരുന്നു, പക്ഷെ ഒരു അൺബൗണ്ടഡ് ഇന്റർവെൽ അത് യൂണിഫോംലി കണ്ടിന്യൂസ് അല്ല. കണ്ടിന്യൂസ് ആണ്, പക്ഷെ യൂണിഫോംലി കണ്ടിന്യൂസ് അല്ല. Continuity doesn't imply uniform continuity, പക്ഷേ continuity implies uniform continuity when the function is defined on a closed and bounded interval. That is the next theorem which is known as uniform continuity theorem. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ പ്രൂഫ് പറയാം കേട്ടോ.